ഈ വിശാലമായ പ്രദേശത്ത് ഒരുമിച്ചു കൂടിയ സന്തോഷം കൊണ്ട് ഖബറിൽ ആനന്ദിക്കുകയാണ് നമ്മുടെ മരണപ്പെട്ടു പോയ പൂർവികർ. അള്ളാഹു അവർക്കൊക്കെ സമാധാനം നൽകുമാറാകട്ടെ, അള്ളാഹു അവർക്കൊക്കെ സന്തോഷം നൽകുമാറാകട്ടെ. കുടുംബത്തിന്റെ താല്പര്യവും പരസ്പരം പോരടിക്കുമ്പോൾ എൻ്റെ കുടുംബത്തോടുള്ള ബന്ധമാണ് ഞാൻ കീപ്പ് ചെയ്യേണ്ടത്, അതിനാണ് ഞാൻ പ്രാധാന്യം നൽകേണ്ടത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ബന്ധവിച്ഛേദനത്തിന്റെ മാർഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തരാകാൻ സാധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ റഹ്മത്തിൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. സദഖല്ലാഹു മൗലാനൽ അലിയുൽ അദീം. ബഹുമാന ആദരവുകൾ നിറഞ്ഞ കാരണവന്മാർ, പണ്ഡിതന്മാർ, സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, ഉമ്മ-പെങ്ങന്മാർ, കൊച്ചു അനുജന്മാർ, അനുജത്തിമാർ, അല്ലാഹു ജല്ല വഅല ഈ സദസ്സിൽ നാം സമ്മേളിച്ചതുപോലെ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ കൂട്ടുകുടുംബങ്ങളോടുകൂടെ അനേകമായിരം അനുഗ്രഹങ്ങളാൽ നിറക്കപ്പെട്ട സ്വർഗീയ ഭവനത്തിൽ നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഈ സദസ്സിൽ സംഗമിച്ചതിൻ്റെ പുണ്യം കൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ. ശിഷ്ടജീവിതം സർവശക്തൻ്റെ തൃപ്തിയിലും സന്തോഷത്തിലുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ ഒരു പ്രസംഗമോ ക്ലാസ്സോ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇത് അതിനുള്ളൊരു വേദിയും അല്ല. വിവിധ കോണുകളിൽ പരന്നു കിടക്കുന്ന കുലുക്കമ്പാറ തറവാടിൻ്റെ വേരുകൾ കുലുക്കമ്പാറ എന്ന മരച്ചുവട്ടിൽ ഒരുമിച്ചുകൂടി പരസ്പരം സ്നേഹവും സന്തോഷവും സൗഹാർദ്ദവും മനസ്സിനകത്തുള്ള ആർദ്രതയും പരസ്പരം പങ്കുവച്ച് സ്നേഹബന്ധങ്ങൾ ഊഷ്മളമാക്കി ഭാവി ഭാസുരമാക്കാൻ പ്രതിജ്ഞയെടുത്ത് പിരിയേണ്ട മഹിതമായ ഒരു സദസ്സിലാണ് നാം സന്നിഹിതരായിട്ടുള്ളത്. ഞാൻ അല്പം 1-2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഭക്ഷണം തയ്യാറായി കൊണ്ടിരിക്കുന്നുണ്ട്, ആരും വിഷമിക്കേണ്ടതില്ല. നേരത്തെ ഇവിടെ അറിയിച്ചതുപോലെ നമ്മുടെ ഈ കുടുംബ സംഗമത്തിൻ്റെ പശ്ചാത്തലങ്ങളും ഇങ്ങനെ ഒത്തുകൂടാനുണ്ടായ നിമിത്തങ്ങളും കാരണങ്ങളൊക്കെ നേരത്തെ ഇവിടെ ആമുഖ ഭാഷണങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. കുടുംബ സംഗമങ്ങൾ ഒത്തുകൂടുന്നതിൻ്റെയും കുടുംബങ്ങൾ പരസ്പരം സ്നേഹോഷ്മളമായ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൻ്റെയും ആവശ്യകതയും വർത്തമാന സാഹചര്യത്തിൽ അതിൻ്റെ പ്രത്യേകതയും സവിശേഷതയും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യരിൽ നൈസർഗികമായി സർവശക്തൻ സന്നിവേശിപ്പിച്ചിട്ടുള്ള ഒരു സവിശേഷതയാണ് കുടുംബ ബന്ധം ഊട്ടി ഉറപ്പിച്ച് ജീവിക്കുക എന്നത്. പാരസ്പര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ജീവിക്കാനുള്ള നൈസർഗികമായ വാസനയും ആ ഒരു പ്രകൃതിയും നൽകിയിട്ടാണ് മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രകൃതിയോടൊത്ത മതമാണ് വിശുദ്ധ ഇസ്ലാം. പ്രകൃതിയോടൊത്ത് ജീവിക്കാനാണ് മനുഷ്യനെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളതും. പ്രകൃതിയിൽ നാം കാണുന്നത് പോലെ മനുഷ്യേതര ജീവികളെ പോലെയല്ല മനുഷ്യർ. അന്യാശ്രയമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്തവരാണ് സത്യത്തിൽ മാനവ സമൂഹം. മനുഷ്യേതര ജീവികളെക്കാൾ സവിശേഷതകൾ ധാരാളം മനുഷ്യർക്കുണ്ട്. വിവേകമുണ്ട്, തിരിച്ചറിവുണ്ട്, പല പല പുരോഗതികളും മനുഷ്യർ കൈവരിക്കുന്നുണ്ട്. ഇന്നുവരെ കാട്ടിലുള്ള ജീവികളെല്ലാം കൂടി ഏതെങ്കിലും ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള ശാസ്ത്രലോകം പുതിയ മേഖല എത്തിപ്പെട്ടു, ഭൂമിക്കപ്പുറത്തുള്ള മറ്റ് ഗ്രഹങ്ങളിലേക്ക് ഏതെങ്കിലും സംവിധാനങ്ങളിൽ എത്തിപ്പെട്ടു എന്ന വാർത്ത വായിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ മേഖലകളിലൊക്കെ പുരോഗമിക്കാൻ കഴിയുന്നത് മനുഷ്യനാണ്. ഞാൻ വിശദീകരിക്കുകയല്ല, സൂചന മാത്രം പറയുകയാണ്. പക്ഷേ മനുഷ്യൻ അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഒരു ദൗർബല്യം, പ്രസവിക്കപ്പെട്ട സമയം മുതൽ മരണം വരെ മനുഷ്യന് അന്യാശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയാത്തവരാണ് മാനവ സമൂഹം. നമുക്കറിയാം, നമ്മേക്കാൾ 10 മടങ്ങ് വലുപ്പമുള്ള മറ്റു ജീവികൾ പ്രസവിക്കപ്പെട്ടു മണിക്കൂറുകൾക്കകം തൻ്റെ അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ അകിടിൽ പോയി തപ്പിപ്പിടിച്ചു കുടിക്കാനും വിശപ്പടക്കാനും തൻ്റെ ജീവിതം സംരക്ഷിക്കാനുമുള്ള പ്രാപ്തിയും ശേഷിയും ഇതര ജീവികൾക്ക് സർവശക്തി നൽകുന്നുണ്ട്.
പ്രസവിക്കപ്പെട്ട കുട്ടിയെ തൻ്റെ മാതാവ് ശ്രദ്ധിച്ചില്ലെങ്കിൽ, തൻ്റെ പിതാവ് പരിഗണിച്ചില്ലെങ്കിൽ ആ കുട്ടി പ്രസവിക്കപ്പെട്ടതോടുകൂടെ അല്ലെങ്കിൽ അടുത്ത സമയം തന്നെ മരണപ്പെടുകയല്ലാതെ ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്ന് നമുക്കറിയാം. 2 വർഷം പാലൂട്ടി പോറ്റി വളർത്തിയ കുട്ടിക്ക് പോലും പിന്നീട് മാതാവ് തിരിഞ്ഞു നോക്കാത്ത പക്ഷം ആ കുട്ടിക്ക് പിന്നീട് വളർന്നു വരാൻ സാധിക്കുന്നില്ല. മറ്റു ജീവികൾ അങ്ങനെയല്ല. പ്രസവിക്കപ്പെട്ടാൽ ശാസ്ത്രം പറയുന്നത് അമ്മയുടെ ബുദ്ധിയുടെ 80% പ്രസവിക്കുന്നതോടുകൂടെ ഈ പ്രസവിക്കപ്പെട്ട കൊച്ചുകുട്ടിയിൽ പടച്ച റബ്ബ് നിക്ഷേപിക്കുന്നുണ്ട്. മനുഷ്യ സമൂഹർക്ക് അങ്ങനെയല്ല. മാനവ സമൂഹത്തിന് വളർന്നു വന്ന അമ്മയുടെ, ഉമ്മയുടെ, മാതാവിൻ്റെ, പിതാവിൻ്റെ ബുദ്ധിയുടെ, വിവേകത്തിൻ്റെ, തിരിച്ചറിവിൻ്റെ 5% താഴെയാണ് കുട്ടികളിൽ ഈ ബുദ്ധി അല്ലാഹു തആല സന്നിവേശിപ്പിക്കുന്നത്. ആ ബുദ്ധി പിന്നീട് പഠനത്തിലൂടെ, അനുഭവത്തിലൂടെ, പ്രാക്ടീസിലൂടെ, മാതാപിതാക്കളിൽ നിന്നും ലഭിക്കുന്ന ഉപദേശങ്ങളിലൂടെ, ഇടപെടലിലൂടെ അത് സ്വാംശീകരിച്ച് പരിപോഷിപ്പിച്ച് വരുമ്പോഴാണ് മനുഷ്യന് പൂർണ്ണനാവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ചെറുപ്പത്തിൽ ഉമ്മയുടെ സംരക്ഷണം ആവശ്യമാണ്. ഉമ്മ സംരക്ഷിച്ചു വരുന്ന ഈ കുട്ടി, ആ ഉമ്മയുടെ സംരക്ഷണം ഉമ്മാക്ക് നൽകാൻ കഴിയണമെങ്കിൽ ജീവിക്കാൻ ആവശ്യമായ പോഷകാഹാരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. വസ്ത്രങ്ങളും മറ്റു സംവിധാനങ്ങളും വേണം. അതിന് പിതാവിൻ്റെ കഠിനാധ്വാനവും ഇടപെടലുകളും സഹായവും മതിയായേ കൂടിയേ പറ്റൂ. അപ്പൊ പിതാവിൻ്റെ സഹകരണം വേണം കുട്ടി വളരാൻ, മാതാവിൻ്റെ സഹകരണം വേണം കുട്ടി വളരാൻ. സന്ദർഭവശാൽ പിതാവിന് വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ടോ അപ്രതീക്ഷിതമായ ആകസ്മികമായ മരണം കൊണ്ടോ പിതാവിൻ്റെ സംരക്ഷണം ലഭിക്കാതെ വരുമ്പോൾ മൂത്ത സഹോദരന്മാരുടെ അല്ലെങ്കിൽ പിതാവിൻ്റെ സഹോദരന്മാരുടെ സംരക്ഷണവും ഇടപെടലുകളും സഹായവും ആവശ്യമാണ് ഈ കുട്ടിയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും. ഏത് മേഖലയിലും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ അർത്ഥത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാതാവും പിതാവും മക്കളും മാതാപിതാക്കളും കുടുംബങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചു ജീവിക്കാനാണ് അല്ലാഹു തആല മനുഷ്യനെ സംവിധാനിച്ചിട്ടുള്ളത്. മറ്റു മൃഗങ്ങൾ അങ്ങനെയല്ല. ഈ പ്രദേശത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ കടും തണുപ്പ് അനുഭവപ്പെടുമ്പോൾ തണുപ്പിനെ പ്രതിരോധിക്കാൻ ഇവിടെയുള്ള മനുഷ്യർക്ക് കാശ്മീരിൽ നിർമ്മിക്കപ്പെട്ട ഷാളും പുതപ്പും കോട്ടും ആവശ്യമാണ്. അതേസമയത്ത് ഇവിടെയുള്ള പൂച്ചകൾ തണുപ്പ് കാലത്ത് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഏതെങ്കിലും കമ്പനികളുടെ ഷാളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളോ ആശ്രയിക്കാറില്ല. ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചൂടിനെ പ്രതിരോധിക്കാൻ നാം ഇന്ന് എയർ കണ്ടീഷൻ സംവിധാനങ്ങൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. അവ നിർമ്മിക്കുന്ന കമ്പനികൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അന്യാശ്രയമില്ലാതെ മനുഷ്യന്റെ നാണം മറക്കാൻ, മനുഷ്യന്റെ വിശപ്പടക്കാൻ, മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണം കഴിച്ച് ആവശ്യമായ പോഷകങ്ങൾ ശരീരത്തിലേക്ക് ആവാഹിച്ച് ആവശ്യമില്ലാത്ത വേസ്റ്റ് മറ്റൊരു രൂപത്തിലൂടെ പുറന്തള്ളി അവന്റെ ജീവൻ ഇവിടെ നിലനിർത്താൻ എല്ലാ അർത്ഥത്തിലും തമിഴ്നാട്ടിലുള്ള കർഷകർ ആവശ്യമാണ്. കേരളത്തിലുള്ള ജനങ്ങൾക്ക് തമിഴ്നാട്ടിലുള്ള ഉൽപ്പന്നങ്ങളാണ് പലതും കേരളക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലുള്ള കർഷകരുടെ അരിയാണ് തമിഴ്നാട്ടുകാരും കേരളക്കാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സ്റ്റേറ്റുകൾ പരസ്പരം, മനുഷ്യർ പരസ്പരം, രാഷ്ട്രങ്ങൾ പരസ്പരം, വ്യക്തികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിക്കാത്ത പക്ഷം മനുഷ്യനിവിടെ ജീവിക്കാൻ സാധ്യമല്ല. നമുക്കറിയാം, തമിഴ്നാടിന്റെയോ കർണാടകയുടെയോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിന്റെയോ ബോർഡ് ക്ലോസ് ചെയ്ത് അങ്ങോട്ട് വരുന്ന ഇറക്കുമതി ചെയ്യപ്പെടുന്ന വസ്തുക്കൾ നിർത്തലാക്കിയാൽ കേരളത്തിൽ വിലവർദ്ധനവ് നേരിടും. ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കാതെ വരും. പട്ടിണി അഭിമുഖീകരിക്കേണ്ടി വരും. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും പ്രതിസന്ധികളും സംജാതമാകും. അനുഭവമാണ്. ഈ അർത്ഥത്തിലെല്ലാം മനുഷ്യർ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കേണ്ടതുണ്ട്, സൗഹാർദ്ദത്തോടെ ജീവിക്കേണ്ടതുണ്ട്. മനുഷ്യനകത്ത് പടച്ച റബ്ബ് സന്നിവേശിപ്പിച്ച ആർദ്രത സമഞ്ജസമായി പരസ്പരം കൈമാറി മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോഴേ യഥാർത്ഥ മനുഷ്യനായ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്നത്. ഈ അർത്ഥത്തിൽ പ്രകൃതി ദാഹിക്കുന്നു, പ്രകൃതി ആവശ്യപ്പെടുന്നു. പ്രഥമമായി ഇതരരെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യന് ആശ്രയിക്കാൻ അഭികാമ്യം അവന്റെ മാതാപിതാക്കളാണ്. മാതാപിതാക്കൾക്ക് മക്കളാണ്, മറ്റുള്ള കുടുംബാംഗങ്ങളാണ്. മാതാക്കളുടെ സഹോദര സഹോദരിമാർ, പിതാക്കളുടെ സഹോദര സഹോദരിമാർ, ഈ അർത്ഥത്തിലുള്ള കുടുംബ തരത്തിലെ വിവിധ മുഖങ്ങളെ ആശ്രയിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടു ജീവിക്കാൻ പ്രകൃതി ആവശ്യപ്പെടുന്നു. പ്രകൃതി അതാണ് മനുഷ്യനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയുടെ മാത്രം ദാഹമല്ല ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന്റെ 2 ലോകത്തുമുള്ള രക്ഷയ്ക്ക് വേണ്ടി സംവിധാനിച്ച വിശുദ്ധ ഇസ്ലാം ആവശ്യപ്പെടുന്നതും അങ്ങനെയാണ്. നിങ്ങൾ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കണം, കുടുംബ ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളാവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത മാതാവിനെ തിരസ്കരിച്ചുകൊണ്ട്
നിങ്ങളെ നിങ്ങളാക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിപ്പെട്ട് ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോയി തീ തുപ്പുന്ന സൂര്യന്റെ ചൂട് കൊണ്ട് ചുട്ടുപടുത്ത മണലിനോട് പടപൊരുതിയിട്ട് നാട്ടിലേക്ക് ദീനാറുകളും ദുർഹമകളും അയച്ചു തന്ന് നിങ്ങൾ പട്ടിണി അറിയാതെ നിങ്ങളെ പരിപോഷിപ്പിച്ച പിതാക്കളോട് നിങ്ങൾക്ക് ബന്ധമാണ്, കടപ്പാടുണ്ട്. നിങ്ങൾക്ക് അവരോട് വലിയ കടപ്പാടും ബാധ്യതയുമുണ്ട്. ഇത് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ പ്രകൃതിപരമായും വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലും ആവശ്യമുള്ള ഒരു സംഗതിയാണ് കുടുംബങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് ജീവിക്കുക എന്നത്. പക്ഷെ വർത്തമാന കാലഘട്ടത്തിൽ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് വയനാട്ടിൽ ഒരു മരണം സംഭവിച്ചാൽ ഇവിടെ നിന്നു അവിടെ വന്നു പറയുമ്പോഴാണ് ആ മരണവിവരം അറിഞ്ഞിരുന്നതെങ്കിൽ മരണപ്പെട്ട വിവരം വയനാട്ടുകാർ മുഴുവനും അറിയുന്നതിന് മുൻപ് വീരമംഗലത്തുള്ള ആളുകൾക്കറിയാൻ സംവിധാനം എന്നുണ്ട്, നമുക്കറിയാം. ഈ നിലക്ക് സംവിധാനങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ മനുഷ്യൻ അവന്റെ സ്വന്തം താല്പര്യങ്ങളിലേക്ക് ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരസ്പരം സംഗമം വിളിച്ചുകൊണ്ട് ബന്ധം ഊഷ്മളമാക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. പഴയകാലത്ത് അങ്ങനെയല്ല. പിതാമഹന്മാർ അവരെ വീട്ടിൽ മൗലിദ് സംഘടിപ്പിക്കുമ്പോൾ, കുത്തുബിയ്യത്ത് സംഘടിപ്പിക്കുമ്പോൾ കൂട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടുന്നത് പോലെ, അയൽവാസികൾ ഒരുമിച്ച് കൂടുന്നത് പോലെ കുടുംബങ്ങളെല്ലാവരും ഒത്തുകൂടുകയാണ്. അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ കൂലിക്ക് ആളെ വിളിക്കുന്നില്ല, ഭക്ഷണം വിളമ്പാൻ ആളെ കൂലിക്ക് വിളിക്കുന്നില്ല, പന്തലുണ്ടാക്കാൻ പന്തല് കെട്ടാൻ ആരെയും കൂലിക്ക് വിളിക്കുന്നില്ല. വാടക പന്തൽ സംവിധാനം അന്നില്ല. അയൽവാസികളും കുടുംബങ്ങളും ഒരുമിച്ച് നിന്ന് ഇതെല്ലാം സംവിധാനിച്ചുകൊണ്ട് മനോഹരമായി നമ്മുടെ വീടിന്റെ ഗൃഹാന്തരീക്ഷങ്ങളിൽ സന്തോഷപൂർവ്വം നടന്നിരുന്ന ആഘോഷ സുദിനങ്ങളിൽ അപ്രത്യക്ഷമാവുകയും പകരം എല്ലാം ഈ നിലയ്ക്ക് യന്ത്രവൽക്കരിക്കപ്പെടുകയും അന്യനെ വിലക്കെടുത്തുകൊണ്ട് നടത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം വന്നപ്പോൾ കുടുംബബന്ധം ഊഷ്മളമാക്കാനും പരസ്പരം പരിചയപ്പെടാൻ പോലും ഇത്തരം സംഗമങ്ങൾ വിളിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നാം എത്തിപ്പെട്ടിട്ടുള്ളത്. ഏതായാലും വർത്തമാനകാലം ആഗ്രഹിക്കുന്നത് പോലെ കാലഘട്ടത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ഈ തറവാട്ടിലുള്ള ദീർഘവീക്ഷണമുള്ള ദീനീ ബോധമുള്ള അക്ഷരാഭ്യാസമുള്ള വർത്തമാനകാല സാഹചര്യങ്ങളെ വായിച്ചും മറ്റും മനസ്സിലാക്കിയിട്ടുള്ള ഒരു പറ്റം ആളുകളുടെ ആവേശപൂർവമുള്ള തീവ്രമായ പരിശ്രമത്തിന്റെ ഫലമായി അൽഹംദുലില്ലാഹ് ഈ പറയപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ ചിതറിക്കിടക്കുന്ന ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളായ നമുക്ക് ഈ ഹാളിൽ ഒരുമിച്ച് കൂടാൻ സാധിച്ചു. ഈ നിമിഷം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഉപ്പമാർ കബറിനകത്ത് കടന്ന് ആസ്വദിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. അവരെ ഏറ്റവും വലിയ ആനന്ദം, അവരെ ഏറ്റവും വലിയ സന്തോഷം, എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ പേരക്കുട്ടികൾ, അവരുടെ മക്കൾ ഞങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങളാൽ അവരിലൂടെ അവരുടെ സിരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ രക്തബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഈ വയനാടൻ മലമേടുകളിൽ നീലഗിരിയുടെ ഈ വിശാലമായ പ്രദേശത്ത് ഒരുമിച്ചു കൂടിയ സന്തോഷം കൊണ്ട് ഖബറിൽ ആനന്ദിക്കുകയാണ് നമ്മുടെ മരണപ്പെട്ടു പോയ പൂർവികർ. അള്ളാഹു അവർക്കൊക്കെ സമാധാനം നൽകുമാറാകട്ടെ, അള്ളാഹു അവർക്കൊക്കെ സന്തോഷം നൽകുമാറാകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അൽഅർവാഹു ജുനൂദുൻ മുജന്നദ, ആത്മാക്കൾ പരസ്പരം ഭൂമിലോകത്ത് പരിചയമുള്ളതുപോലെ മരണാനന്തരവും അവരുടെ ബോഡിയിൽ നിന്ന് ആത്മാവ് ഡിസ്കണക്ട് ചെയ്യപ്പെട്ടാൽ ആ ആത്മാക്കൾ പരസ്പരം ബന്ധം സ്ഥാപിക്കുകയാണ്. ആ ആത്മാക്കളുടെ ബന്ധത്തിലൂടെ കുടുംബങ്ങൾ മുഴുവനും പരിചയപ്പെടുകയാണ്, ഒരുമിച്ച് കൂടുകയാണ് പലപ്പോഴും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, വർത്തമാനകാല മാധ്യമങ്ങളുമായി ബന്ധപ്പെടുന്ന ന്യൂ ജനറേഷൻ മനസ്സിലാക്കാൻ ഈ കാലഘട്ടം നേരിടുന്ന പല വെല്ലുവിളികളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി മനുഷ്യനെ ധാർമ്മികമായി അധപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് ആപതിക്കുന്നതിനാവശ്യമായ മെസ്സേജുകളും സംവിധാനങ്ങളും സോഷ്യൽ മീഡിയകളിലൂടെ സുതാര്യമായി അങ്ങനെ പ്രസരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് വളർന്നു വരുന്ന മക്കളിൽ വൈവാഹിക ജീവിതത്തിനോടുള്ള വിമുഖതയും തനിച്ചു ജീവിക്കണമെന്നും, പെൺകുട്ടികളാണെങ്കിൽ ഒരു ഭർത്താവിൻ്റെ കീഴിൽ അവനെ അനുസരിച്ച് അവനെ കീഴ്പ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് അഭികാമ്യം എൻ്റെ താല്പര്യത്തിനൊത്ത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവർ ജോലി ചെയ്യുന്ന ഓഫീസിൽ ആ ഓഫീസിലെ തൻ്റെ മേലെയുള്ള ഉദ്യോഗസ്ഥരെ, മാനേജറെ, തൻ്റെ മുകളിലുള്ള ആളുകളുടെ ചായ കുടിച്ച ഗ്ലാസ് കഴുകാനോ അവരെ മേശ തുടക്കാനോ അതൊന്നും അവർക്ക് പ്രശ്നമല്ലെങ്കിലും തന്നെ സംരക്ഷിച്ച് തൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത് തൻ്റെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒരു ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കാൻ താല്പര്യമില്ലാത്ത വിധം
ലിവിങ് ടുഗദർ ആണെങ്കിലും പ്രശ്നമല്ല. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള ഇണകളെ സമീപിച്ച് താല്പര്യമില്ലെങ്കിൽ തോന്നിയതുപോലെ ബന്ധവിച്ഛേദനം നടത്തിയിട്ട് സ്വന്തമായി സ്വസ്ഥമായി ഒരു ഫ്രീഡം ലൈഫ് അവർക്ക് ആസ്വദിക്കാം എന്ന നിലക്ക് ആ രൂപത്തിലുള്ള മെസ്സേജുകളും സന്ദേശങ്ങളും വ്യാപകമായി കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിനുവേണ്ടി പ്രത്യേക സംവിധാനങ്ങളുണ്ട്. LGBTQI എന്ന് പറഞ്ഞ് ലെസ്ബിയൻ, ഗേ, അതുപോലെയുള്ള ഇന്റർസെക്സ് പോലെയുള്ള സംവിധാനങ്ങൾ, അതിന് പ്രത്യേക ഗ്രൂപ്പുകളും അതിന് പ്രത്യേക സംവിധാനങ്ങളുമായി കുടുംബ ബന്ധം നടത്തുന്നതിന് നിരുത്സാഹപ്പെടുത്തുകയും കുടുംബ ബന്ധത്തിലൂടെ സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു, പുരുഷൻ പീഡിപ്പിക്കപ്പെടുന്നു, സ്ത്രീ ഭാരമാണ് പുരുഷന്റെ കീഴിൽ സ്ത്രീ അടിമയായി ജീവിക്കേണ്ടി വരുമെന്ന തരത്തിലുള്ള മെസ്സേജുകൾ കൈമാറപ്പെട്ട് ഈ കുടുംബ ജീവിതത്തിന്റെ മഹാത്മ്യവും അതിൻ്റെ അന്തസ്സത്തെയും അതിൻ്റെ ഈ വളർന്നു വരുന്ന പ്രാധാന്യമൊക്കെ വളർന്നു വരുന്ന മക്കളിൽ നിന്ന് മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ കൂടിയാണ് നാം ഇങ്ങനെ മനോഹരമായി ഈ ബന്ധം സുദൃഢമാക്കാൻ ഒരു സംഘം വിളിച്ചു ചേർത്തത് എന്ന് അവസരമായി പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. ലോകം ആഗ്രഹിക്കുന്ന, പ്രകൃതി ആഗ്രഹിക്കുന്ന, ഇസ്ലാം താല്പര്യപ്പെടുന്ന ഈ ബന്ധം സുദൃഢമാകാൻ വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലും പ്രകൃതി ആശിക്കുന്നത് പോലെയും 2-3 നിർദ്ദേശങ്ങൾ എൻ്റെ സദസ്സിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വാർത്താ മാധ്യമങ്ങൾ വിപുലമായിട്ടുണ്ട്, പക്ഷേ ബന്ധങ്ങൾ കുറവാണ്. അതെന്നാ കാരണം? പ്രധാനപ്പെട്ട പല കാരണങ്ങളുണ്ട്. ഈ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഇസ്ലാം താല്പര്യപ്പെടുന്ന, അതല്ലെങ്കിൽ പ്രകൃതിപരമായി നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ബന്ധം ഊട്ടിയുറപ്പിക്കാൻ പ്രമാണങ്ങൾ പരതിയാൽ പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന പല പരമാർത്ഥങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നാം വിശ്വാസികളാണ്, മുസ്ലിംകളാണ്. നമ്മുടെ കർമ്മങ്ങളെല്ലാം, നമ്മുടെ ബന്ധങ്ങളെല്ലാം, നമ്മുടെ കണക്ഷൻസ് മുഴുവൻ, നമ്മുടെ എല്ലാ ബന്ധങ്ങളും അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാവണം. മൻ അഹബ്ബ ലില്ലാഹി വഅബഗള ലില്ലാഹി വഅഅതാ ലില്ലാഹി വമനഅ ലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രിയം വെച്ചാൽ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി വെറുക്കേണ്ടതിനെ വെറുത്താൽ, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടത് കൊടുത്താൽ, അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് തടയേണ്ടവർക്ക് തടയേണ്ടത് തടഞ്ഞാൽ അവനാണ് പൂർണ്ണ വിശ്വാസി എന്ന് മുത്തു മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബന്ധങ്ങളെല്ലാം പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാവുക. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സ്വാർത്ഥത കൈവടിയുക. സ്വാർത്ഥ താല്പര്യങ്ങൾ കൈവടിഞ്ഞ് പ്രധാനമായും നമ്മുടെ മനസ്സിനകത്ത് പല സംഘടനകളും നടക്കുന്നുണ്ട്. ആ സംഘടനകളിൽ സ്വാർത്ഥതയേക്കാൾ കുടുംബ താല്പര്യത്തെക്കാൾ ദീനിന്റെ താല്പര്യത്തിന്, അങ്ങനെ ദീനിന്റെ താല്പര്യവും കുടുംബ താല്പര്യവും പരസ്പരം മത്സരം നടത്തുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കുക. സ്വന്തം കുടുംബത്തിന്റെ താല്പര്യവും പരസ്പരം പോരടിക്കുമ്പോൾ എൻ്റെ കുടുംബത്തോടുള്ള ബന്ധമാണ് ഞാൻ കീപ്പ് ചെയ്യേണ്ടത്, അതിനാണ് ഞാൻ പ്രാധാന്യം നൽകേണ്ടത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ബന്ധവിച്ഛേദനത്തിന്റെ മാർഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തരാകാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് എൻ്റെ സ്വന്തം താല്പര്യം എൻ്റെ കുടുംബത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണെങ്കിൽ, കുടുംബത്തിന്റെ ദീനിന് വിരുദ്ധമല്ലാത്ത, അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്, ദീനിന് വിരുദ്ധമല്ലാത്ത കുടുംബത്തിന്റെ താല്പര്യത്തിന് വേണ്ടി സ്വന്തം താല്പര്യത്തെ ബലികഴിക്കാൻ തയ്യാറാവുക. അള്ളാഹുവിന്റെ താല്പര്യത്തിന് വേണ്ടി സ്വന്തം താല്പര്യവും കുടുംബത്തിന്റെ താല്പര്യവും ബലികഴിക്കാൻ തയ്യാറാവുക. നമുക്കറിയില്ലേ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, വത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംസ്കാരത്തെ നിങ്ങൾ ആശ്രയിക്കണം, നിങ്ങളെ അനുധാവനം ചെയ്യണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം എന്നൊരു വ്യക്തിയാണ്, പക്ഷെ ഇബ്രാഹിം നബിയുടെ സംസ്കാരം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് പിൻപറ്റാൻ പറ്റുന്ന സംസ്കാരമാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ഇബ്രാഹിം നബി ഒരു വ്യക്തിയുടെ സംസ്കാരം ഒരു സമൂഹം മുഴുവൻ ഉൾക്കൊള്ളണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംസ്കാരം എന്താണ്? പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ ആത്മസംയമനത്തിന്റെ കൊട്ടാരം തീർത്ത മഹാനാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വന്തം താല്പര്യമാണ് തന്റെ മകന്റെ ജീവൻ സംരക്ഷിക്കൽ.
പക്ഷെ സ്രഷ്ടാവിന്റെ താല്പര്യമാണ് ആ മകന്റെ കഴുത്തിൽ കഠാര വയ്ക്കൽ. സ്വന്തം താല്പര്യത്തിന് ദൈവത്തിന്റെ റബ്ബിന്റെ തമ്പുരാന്റെ താല്പര്യം വിരുദ്ധമായപ്പോൾ അള്ളാഹുവിന്റെ താല്പര്യത്തിന് പ്രാധാന്യം നൽകി. അതേസമയം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രലോഭനങ്ങളെ കൊണ്ട്, പ്രകോപനങ്ങളെ കൊണ്ട്, മോഹന വാഗ്ദാനങ്ങളെ കൊണ്ട് മക്കയിലെ ഖുറൈശികൾ, തറവാട്ടുകാർ, മുത്തനബിയുടെ കുടുംബങ്ങൾ, മുഹമ്മദ് അല്ലമീൻ നിങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കാം, കൊട്ടാര സമാനമായ സൗധങ്ങൾ തരാം, നിങ്ങൾക്ക് ഉല്ലസിക്കാൻ ആഡംബര വീടുകൾ തരാം, സൗകര്യങ്ങളെല്ലാം തരാം, പക്ഷേ ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളെ നിങ്ങൾ ചീത്ത പറയരുത്, അവയ്ക്ക് നിങ്ങൾ ആരാധിക്കാൻ നിങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ താല്പര്യം, എന്റെ കുടുംബത്തിന്റെ താല്പര്യം ബഹുദൈവാരാധനയാണെങ്കിലും എന്റെ സ്രഷ്ടാവിന്റെ താല്പര്യം, റബ്ബിന്റെ താല്പര്യം, അള്ളാഹുവിന്റെ താല്പര്യം, ഇസ്ലാമിന്റെ താല്പര്യം ഏകദൈവ ആരാധനയാണ്. അതിന്റെ പേര് നിങ്ങൾ എന്നെ കൊന്നാലും, നിങ്ങൾ എന്നെ നാടുകടത്തിയാലും, നിങ്ങൾ എങ്ങനെ നിഷ്കാസനം ചെയ്താലും, നിങ്ങൾ എന്നെ ഉന്മൂലനം ചെയ്താലും, നാമാവശേഷമാക്കിയാലും, അറുകുല ചെയ്താലും അള്ളാഹുവിന്റെ പ്രീതിക്ക് മുമ്പിൽ കുടുംബത്തിന്റെ താല്പര്യത്തിനൊരു വിലയില്ല. അതും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നാം അത് പ്രത്യേകം ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ ദീനും അള്ളാഹുവിന്റെ പ്രാധാന്യവുമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും പ്രാധാന്യം അർഹിക്കുന്നത്, പരിഗണിക്കേണ്ടത്. ഇതാണ് നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല കുടുംബ ബന്ധ വിച്ഛേദനങ്ങളുടെയും പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോൾ ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടി, ഒരു ചാട് സ്ഥലത്തിന് വേണ്ടി നാം കൊണ്ടുവന്നതല്ല, നമ്മുടേതല്ല, നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി വിയർപ്പൊരുക്കിയിട്ട് അവരുണ്ടാക്കിയെടുത്ത് നമുക്ക് വേണ്ടി സമർപ്പിച്ച ആ സ്വത്തിന്റെ ഒരിഞ്ചിന് വേണ്ടി കണ്ടുകൂടായ്മയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയുമാണ് കുടുംബ പശ്ചാത്തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ സദസ്സിലേക്ക് സമർപ്പിക്കാനുള്ളത് സമ്പത്തിനോടുള്ള ആഭിമുഖ്യത്തെക്കാൾ കുടുംബ ബന്ധത്തിനുള്ള ആഭിമുഖ്യത്തിന്റെ പ്രാധാന്യം നൽകുക. സമ്പത്ത് ഇന്ന് വരും നാളെ പോകും. കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ മജ്ജയിലും മാംസത്തിലും ഊട്ടിയുറപ്പിക്കപ്പെട്ട ബന്ധമാണ്. ആ ബന്ധം മരണപ്പെട്ടാലും വിട്ടുപോകുന്നില്ല. പണം അങ്ങനെയല്ല. ഞാൻ ഇന്ന് എന്ത് അന്ധവിശ്വാസം വരിച്ചാൽ ഞാൻ എൻ്റെ സമ്പത്തിന്റെ ഉടമയല്ലേ. ഇല്ലായ്മയും പട്ടിണിയും വിഷമവും കുടുംബ പശ്ചാത്തലവും കണ്ടറിയാനും പരസ്പരം സഹായിക്കാനും സഹകരിക്കാനുമുള്ള വിശാലമായ മനസ്സ് കുടുംബബന്ധം ഊഷ്മളമാക്കാൻ നാം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ബന്ധങ്ങൾ സുദൃഢമാക്കാൻ ആവശ്യമായ പ്രതിജ്ഞയെടുത്ത് അതിനാവശ്യമായ കാര്യങ്ങൾ, അതിനോട് ആവശ്യമായ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോയി നമ്മുടെ അറ്റുപോയ ഈ കുടുംബത്തിന്റെ കണ്ണികളെയൊക്കെ ചേർത്ത് പിടിച്ച് ഈ ഒറ്റ കുടുംബം ഒരേ മാതാവിന്റെയും പിതാവിന്റെയും കീഴിൽ ഇവിടെ ജനിച്ചു വളർന്നതുപോലെ ആ മാതാവിന്റെ പിതാവിന്റെ കീഴിൽ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ സയ്യിദത്തുനാ ഹവ്വ റളിയല്ലാഹു അൻഹയുടെ കൂടെ സ്വർഗ്ഗമാകുന്ന നമ്മുടെ തറവാട്, അതാണ് വിശ്വാസിയുടെ തറവാട്. നമ്മുടെ ആദ്യത്തെ മാതാപിതാക്കൾ അവരല്ലേ. ആ തറവാട്ടിൽ നമുക്ക് ഒരുമിച്ച് കൂടണം. ഈ സദസ്സ് അതിന് കാരണമായി അള്ളാഹു സ്വീകരിക്കട്ടെ. അതിന് ആവശ്യമായ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.